പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമൻ വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിനാണ് ചെറുവയൽ രാമേട്ടൻ അർഹനായത്. കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് നേരിട്ട് ഫോണിൽ വിളിച്ചാണ് പുരസ്കാര വിവരം അറിയിച്ചത്. രാജ്യം നൽകിയ പത്മശ്രീ അടക്കം ഒട്ടേറെ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും കമ്മനയിലെ വയലോരത്തുള്ള പുല്ലുമേഞ്ഞ വീട്ടിൽ ലാളിത്യത്തോട് ജീവിതം നയിക്കുകയാണ് ചെറുവയൽ രാമൻ. 100 വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലുണ്ടായിരുന്ന 100-ലധികം നാടൻ വിത്തുകളിൽ 30ഓളം ഇനങ്ങൾ ഇന്നും കൃഷി ചെയ്ത് സംരക്ഷിക്കുന്ന ഏക കർഷകനാണ് ചെറുവയൽ രാമൻ. 20 ഏക്കർ ഭൂമിയും ആസ്തികളും കുടുംബസ്വത്തും ഉണ്ടെങ്കിലും ചാണകം മെഴുകിയ തറയിലിരുന്ന് ലളിത ജീവിതം നയിക്കുന്ന അദ്ദേഹത്തെ വയനാടിൻ്റെ ഫുക്കുവോക്ക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വരും തലമുറയ്ക്കായി പൈതൃക നെൽവിത്തുകൾ കാത്തു സൂക്ഷിക്കുക എന്നത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കതിരു നിരക്കുന്ന നെൽപ്പാടങ്ങൾ വിതയ്ക്കുന്നവന് മാത്രമുള്ളതല്ല, പക്ഷികൾക്കും മറ്റ് ജീവികൾക്കും അതിൽ അവകാശമുണ്ട് എന്ന സന്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് പണം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, തിന്നാൻ ഉണ്ടാവണം. നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിലൂടെ പോക്ക് വരുമ്പോൾ എപ്പോഴാണ് നമ്മൾ വലിയൊരു അപകടത്തിലേക്ക് ചെന്നെത്തുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്കൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും അവനവന് കഴിയുന്ന ജോലികൾ ചെയ്ത് അല്ലെങ്കിൽ അവനവന് കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഭക്ഷണം സ്വന്തമായൊരു ഭക്ഷണം ഉണ്ടാവാനുള്ള ആർജവം നമ്മൾ ഓരോ പൗരനും കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷിയെയും നാടൻ നെൽവിത്തുകളെയും അടുത്തറിയാൻ ദിവസവും ധാരാളം ആളുകളാണ് കമ്മനയിലെ ചെറുവയൽ വീട്ടിലെത്തുന്നത്. ദേശീയ മാധ്യമങ്ങൾ, ഡോക്യുമെന്ററി പ്രവർത്തകർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. തിരക്കുകൾക്കിടയിലും തന്നെ അന്വേഷിച്ചെത്തുന്ന എല്ലാവർക്കും കൃഷിവിശേഷങ്ങൾ വിശദീകരിച്ചു നൽകാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട്. പണിത്തിരക്കുകൾക്കിടയിലും ആശംസകൾ അറിയിക്കാൻ വിളിക്കുന്ന ഏവർക്കും നന്ദി പറയുകയാണ് ഈ കർഷകൻ. നമ്മുടെ മണ്ണിനെയും നമ്മുടെ വിത്തുകളെയും നമ്മുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൂടി നമുക്ക് ഉണ്ടാവണം. അത് നമുക്ക് ഉണ്ടായി മതിയാവും. അതുകൊണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്ന ഒരു മുദ്രാവാക്യം എല്ലാ ഇന്ത്യക്കാരും ഏറ്റെടുത്ത് സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നു. ദൂരദർശൻ ന്യൂസ്, വയനാട്.